സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കഴിഞ്ഞ വീഡിയോയില് ട്രാൻസിഷൻ എലമെന്റ്സിനെ കുറിച്ച് അതുപോലെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ തുടങ്ങി കഴിഞ്ഞ് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ഭാഗങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സീരീസ് ഓഫ് ദി ട്രാൻസിഷൻ എലമെന്റ്സിലോട്ടാണ് എത്തിയത്, ആക്ടിനിയം, റുദർഫോർഡിയം, അതിനൊക്കെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ പാർട്ടാണ്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഇലക്ട്രോൺസ് ആദ്യം എങ്ങോട്ടായിരിക്കും കയറുക, എസിലോട്ടായിരിക്കും ഇലക്ട്രോൺസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിയിലോട്ടായിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടായിരിക്കും, ഡിയിലോട്ടായിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് എഫിലോട്ടായിരിക്കും വരുന്നത്. അതായത് ഓർബിറ്റലിന്റെ പെനിട്രേഷൻ, അതായത് ഇലക്ട്രോൺസിൽ ഓർബിറ്റലിൽ ഏത് ഓർബിറ്റലാണ് ആദ്യം വരുന്നതിന്റെ ഓർഡറാണ് ആദ്യം എസ് എന്ന് പറയുന്നത്, പിന്നീട് പി എ, പിന്നീട് ഡി എ, പിന്നീട് എഫ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ആറ്റംസിലോട്ട് എടുത്തു വരുമ്പോൾ നമുക്ക് എൻ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യും ദാൻ ദി എൻ പി ആൻഡ് എൻ ഡി ഓർബിറ്റൽ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം, ന്യൂക്ലിയസിന്റെ അടുത്ത് കിടക്കുന്ന ഓർബിറ്റലാണ് എസ് ഓർബിറ്റൽ, അത് കഴിഞ്ഞിട്ട് പി ഓർബിറ്റൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡി ഓർബിറ്റൽ. അതായത് എസ് ഓർബിറ്റലാണ് ന്യൂക്ലിയസിന് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുക. ന്യൂക്ലിയസ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ആരായിരിക്കും, എസിനായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നായിരിക്കും, പിന്നീടാണ് ഡീനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോ എസിനെ അട്രാക്ട് ചെയ്യാന്ന് മീൻസ് എസിന് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യും. ന്യൂക്ലിയസിലുള്ള ചാർജ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എസിനായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിക്ക് എക്സ്പീരിയൻസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ് ഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് എനർജി ഏറ്റവും കൂടുതൽ കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കുറവ് എൻ എസിനായിരിക്കും കുറവ്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, ന്യൂക്ലിയസിന്റെ അടുത്ത് നിൽക്കുന്ന ആളാണ് എൻ എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ എനർജി കുറവായിരിക്കും. ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എൻ എസിനായിരിക്കും. പിന്നീടാണ് എൻ പിക്കും എൻ ഡിക്കൊക്കെ വരുന്നത്. ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വേർഡിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, അതിനാണ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയാൻ പറ്റും. പിന്നെ ഫോറസ് ആയിട്ടുള്ള ഓർബിറ്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഫോറസിന്റെയും 3Dനെയും ഓർബിറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറസിനായിരിക്കും 3Dനേക്കാൾ എനർജി കുറവ്. മൾട്ടി ഇലക്ട്രോണിക് ആയിട്ടുള്ള കേസ്, മൾട്ടി ഇലക്ട്രോൺസിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസിലോട്ട് വരികയാണെങ്കിൽ, പൊട്ടാസ്യം, കാൽഷ്യം, അങ്ങനെയുള്ള ഇലക്ട്രോൺസിലോട്ട് വരിക, സ്കാൻഡിയം, ടൈറ്റാനിയം, വെനോഡിയം, ട്രാൻസിയം എലമെന്റ്സ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഫോറസ്റ്റിലോട്ടായിരിക്കും ആദ്യം ഇലക്ട്രോൺസ് വരിക. അത് കഴിഞ്ഞിട്ടാണ് 3Dയിലോട്ട് ഇലക്ട്രോൺസ് കയറുന്നത്. ആർഗൺ കഴിഞ്ഞിട്ട് പിന്നീട് ഫോറസ്റ്റിലോട്ടായിരിക്കും വരിക, പിന്നീട് 3Dയിലോട്ടായിരിക്കും വരിക. കാരണം ഫോറസ്റ്റിന് എനർജി എന്താണ്, കുറവാണ്. ആഫ്റ്റർ ആർഗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാസ്യം, കാൽഷ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറസ് ഓർബിറ്റലിലോട്ടായിരിക്കും ആദ്യം ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്, 3Dയിലോട്ട് ഫിൽ ചെയ്യുന്നതിലേറെ മുന്നേ. കാരണം നമുക്കറിയാം ആർഗണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 18ആണ്. പിന്നീട് വരുന്ന ആളാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19ആണ്. കാൽഷ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ 20ആണ്. അപ്പോ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ ആർഗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസിലോട്ടായിരിക്കും ഇലക്ട്രോൺസ് വരിക. അല്ലാണ്ട് എങ്ങോട്ടാവില്ല, ആർഗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3D1 അല്ല വരിക, എന്തായിരിക്കും, ഫോറസ് 1 ആയിരിക്കും വരിക. കാരണം ഫോറസിലോട്ടായിരിക്കും ആദ്യം ഇലക്ട്രോൺസ് വരുന്നത് 3Dയിലേറെ. കാരണം എന്താണ്, ഫോറസ് ഓർബിറ്റലിന് എന്തായിരിക്കും, എനർജി കുറവാണ്, 3Dനേക്കാൾ എനർജി കുറവാണ്. കാൽഷ്യത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആർഗൺ കഴിഞ്ഞിട്ട് ഫോറസ് 2 ആയിരിക്കും, ഒരിക്കലും 3D2 ആയിരിക്കില്ല. അതായത് ഫോറസ്റ്റിലായിരിക്കും ആദ്യ ഇലക്ട്രോൺസ് വരുന്നത്. ഇനി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ ഗ്രാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ വേഴ്സസ് ആർ എന്നാണ്. ആർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് നിന്ന് ആ ഇലക്ട്രോൺ 3Dയിലോട്ടോ ഓർബിറ്റലിലോട്ടുള്ള സബ്ഷെല്ലിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് ആർ എന്ന് പറയുന്നത്. റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺസ് കാണാൻ സാധ്യതയുള്ള ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ആ പ്ലേസിനെയാണ് എന്തെന്ന് പറയുന്നത്, റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഗ്രാഫ് ഒബ്സർവ് ചെയ്യുമ്പോൾ നീല കളറാണ് ഫോറസ് എന്ന് പറയുന്നത്, 3D ആണ്, 3Dന്റെ കളറാണ്. 3Dയിൽ ഇലക്ട്രോൺസ് കാണാൻ സാധ്യതയുള്ള സ്പേസുകളാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ഗ്രാഫാണ് ആരെന്ന് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള റെഡ് കളർ എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫോറസ്റ്റിൽ ഇലക്ട്രോൺസ് കാണാൻ സാധ്യതയുള്ള ഒരു പ്രോബബിലിറ്റിയാണ് ഈ ഗ്രാഫ് കാണുന്നത്. 3Dയിൽ ഇലക്ട്രോൺസ് കാണാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി ഉള്ള ഗ്രാഫാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഒബ്സർവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം നമുക്ക് ആരെ കാണുന്നത്, നീല കളറുള്ള
ഗ്രാഫ് അല്ലേ, നീല കളറിലെ ഒരു ലൈൻ ആണല്ലോ കാണുന്നത്. അതായത് ഫോറസ് ആണ് ആരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ കിടക്കുന്നത്, ന്യൂക്ലിയസിന്റെ അടുത്ത് കിടക്കുന്നത്. ഫോറസ് ന്യൂക്ലിയസിന്റെ അടുത്ത് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഏറ്റവും കൂടുതൽ സാധ്യത എവിടെയായിരിക്കും? ഫോറസ്റ്റിലായിരിക്കും. ആദ്യം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രാഫിന്റെ ഈ ഭാഗം ഒബ്സർവ് ചെയ്യുമ്പോൾ പിന്നീടാണ് 3D വരുന്നത്. അപ്പൊ ആദ്യം എന്താണ് ഇനീഷ്യലി എന്താണ് വരുന്നത്? ഫോറസ്റ്റ് ഓർബിറ്റലിനായിരിക്കും എനർജി കുറവ് എന്തിനേക്കാള്? 3D ഓർബിറ്റലിനേക്കാള്. പക്ഷേ പിന്നീട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും 3D ഇങ്ങനെ 3D ഏറ്റവും മുകളിൽ വരുന്നത്, അതായത് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ ആർക്കാണ്? 3Dക്കാണ് വരുന്നത്. പിന്നീടാണ് ആർക്ക് വരുന്നത്? ഫോറസ്റ്റിന് വരുന്നത്. പക്ഷെ ആദ്യം നമുക്ക് കാണാൻ പറ്റും ഫോറസ്റ്റിനാണ് വരുന്നത്. 3D എവിടെയുള്ളത്? 3D ഇങ്ങനെ വരുന്നത്. ഏറ്റവും കൂടുതൽ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത് ആർക്കാണ്? ഫോറസ്റ്റിനാണ്. പിന്നീട് എന്തായിട്ട് മാറി? ഇലക്ട്രോൺസ് നമ്മൾ 3Dയിലോട്ട് ആഡ് ചെയ്യാൻ തുടങ്ങുന്നത് മുതൽ 3Dക്കാണ് ഏറ്റവും കൂടുതൽ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത്. അതായത് ഇലക്ട്രോൺസ് കാണാൻ സാധ്യതയുള്ള ഒരു പ്രോബിലിറ്റി എവിടെ കാണുന്നത്? 3Dയിലാണ് വരുന്നത്. പിന്നീടാണ് എങ്ങോട്ട് വരുന്നത്? ഫോറസ്റ്റിൽ വരുന്നത്. അത് ന്യൂക്ലിയസിലുള്ള ഡിസ്റ്റൻസ് പിന്നെ ഫോറസ്റ്റിന് കൂടുന്നു. ന്യൂക്ലിയസിന്റെ അതിന്റെ ഓർബിറ്റലിലോട്ടുള്ള ഡിസ്റ്റൻസ് 3Dക്ക് വരുമ്പോൾ കുറയാണ് ചെയ്യുന്നത്. 6 കുറയുണ്ട്. റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കൂടാണ് ചെയ്യുന്നത്. ഫോറസ്റ്റിന്റെ കേസിൽ 6 കൂടാണ് ചെയ്യുന്നത്. റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ കുറയാന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് കാണാനുള്ള സാധ്യത കുറയാണ് ചെയ്യുന്നത്. ആദ്യം ഇനീഷ്യലി നമുക്ക് ഫോറസ്റ്റിലാണ് എനർജി കുറവ് കാണുന്നത്. എനർജി കുറവ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആണ് ന്യൂക്ലിയസിന്റെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ, അതായത് ന്യൂക്ലിയർ ചാർജ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യം ഫോറസ്റ്റിനാണ്. പിന്നീട് നമ്മൾ ഇലക്ട്രോൺസ് ഈ 3Dയിലോട്ട് ആഡ് ചെയ്യാൻ തുടങ്ങുന്നത് മുതൽ എനർജി തുടങ്ങി? 3Dക്ക് കുറയാൻ തുടങ്ങി. റാപ്പിഡ്ലി പെട്ടെന്ന് 3Dക്ക് കുറയാൻ തുടങ്ങി. അതായത് അതിന് ന്യൂക്ലിയർ ചാർജ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത് 3Dക്കാണ്. നമ്മൾ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് മുതൽ അതുവരെ ഫോറസ്റ്റിനാണ് ഉള്ളത്? എനർജി കുറവ്, ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫോറസ്റ്റിനായിരിക്കും. പക്ഷെ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ 3Dയിലോട്ട് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമല്ലോ. ആ ഇലക്ട്രോൺസ് 3Dയിലോട്ട് ആഡ് ചെയ്യാൻ എപ്പോഴാണോ തുടങ്ങുന്നത് ആ സമയം മുതൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കൂടുതൽ? 3Dക്കായിരിക്കും. അപ്പം മുതൽ എന്തായിരിക്കും? എനർജി കുറവ് 3Dക്കും, എനർജി 3Dക്ക് കുറയാൻ തുടങ്ങും. അതുപോലെ തന്നെ 3Dന്റെ സ്റ്റെബിലിറ്റി കൂടാൻ തുടങ്ങും. അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ ചാർജ് കൂടാൻ തുടങ്ങും. അപ്പോൾ 3Dന്റെ ഓർബിറ്റൽ ബിക്കം ദ ലോവർ എനർജി ദാൻ ദ ഫോറസ്റ്റ് ഓർബിറ്റൽ ആഫ്റ്റർ ഫ്യൂ 3D ഇലക്ട്രോൺസ് ആർ ആഡഡ്. ഇതിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഫോറസ്റ്റിലാണല്ലോ ആദ്യം ഇലക്ട്രോൺസ് ആഡ് ചെയ്യുക. ആ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ മുതൽ എന്തായിരിക്കും? ഫോറസ്റ്റിനായിരിക്കും എനർജി കുറവ്, അതിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. പക്ഷെ പിന്നെ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ 3Dയിലോട്ട് ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് തുടങ്ങും. അപ്പൊ ഈ 3Dയിലോട്ട് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് മുതൽ പിന്നീട് എന്തായിട്ട് മാറും? ആകെ മാറി കളിക്കാണ് ചെയ്യുന്നത്. അതായത് 3Dക്ക് എനർജി കുറഞ്ഞ് അതിന് സ്റ്റെബിലിറ്റി കൂടാൻ തുടങ്ങും. അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ ചാർജ് കൂടാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ പൊട്ടാസ്യത്തിന് കാൽഷ്യത്തിന് കേസ് എടുക്കുകയാണെങ്കിൽ പൊട്ടാസ്യത്തിന് കാൽഷ്യത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ഫോറസ്റ്റിലാണ് ഇലക്ട്രോൺസ് വരുന്നത്. അത് 3Dയിലോട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനത്തെ ആ ഒരു രണ്ടിന്റെ കേസ് എടുക്കുമ്പോൾ ഫോറസ്റ്റിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അതായത് ഫോറസ്റ്റ് ആണ് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. ഫോറസ്റ്റിനാണ് കുറച്ചും കൂടി എനർജി കുറവുള്ളത്. അവിടെ 3Dക്ക് ഇലക്ട്രോൺസേ വരുന്നില്ല. ഇലക്ട്രോൺസ് വരുന്നേ ഇല്ല. ഇലക്ട്രോൺസ് നമ്മൾ ആഡ് ചെയ്യാൻ തുടങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഫോറസ്റ്റിന് മാത്രമേ ഉള്ളൂ അവിടെ പ്രോബിലിറ്റി. അവിടെ ഫോറസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ള ആള് നിൽക്കുന്നത്. അവിടെ ഫോറസ്റ്റ് ആണ് ഹീറോ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഫോറസ്റ്റിനാണ് അവിടെ എനർജി കുറവും സ്റ്റെബിലിറ്റി കൂടുതൽ. പക്ഷെ നമ്മൾ സ്കാൻഡിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്കാൻഡിയത്തിലോട്ട് വരുമ്പോൾ സ്കാൻഡിയത്തിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ആർഗൺ കഴിഞ്ഞിട്ട് ഫോറസ് 2 3D 1 ആണ് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഫോറസ്റ്റ് 2 അതായത് 21 സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഫോറസ്റ്റിൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 3Dയിൽ ഒരു ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഇലക്ട്രോൺസ് ആഡ് ചെയ്തു, 3Dയിലോട്ട് ഇലക്ട്രോൺസ് വന്നു. അപ്പൊ 3Dയിലോട്ട് ഇലക്ട്രോൺസ് വന്നോണ്ട് ഇവിടെ ആർക്ക് സ്റ്റെബിലിറ്റി കൂടി? ആരുടെ എനർജി കുറഞ്ഞു? 3Dന്റെ എനർജി കുറഞ്ഞു. ന്യൂക്ലിയർ ആയിട്ടുള്ള എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് 3Dക്ക് കൂടി. ഫോറസ്റ്റിന് സ്റ്റെബിലിറ്റി കുറഞ്ഞു എന്ന് പറയാം. ഫോറസ്റ്റിന് സ്റ്റെബിലിറ്റി കുറഞ്ഞു, 3Dക്ക് സ്റ്റെബിലിറ്റി എന്ത് ചെയ്തു? കൂടി. അതായത് ഇവിടെ സ്കാൻഡിയത്തിന്റെ കേസ് എടുക്കുമ്പോൾ 3Dന്റെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ ബൈൻഡിങ് എനർജി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോൺസിന് അതിനെ റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താണ് ബൈൻഡിങ് എനർജി എന്ന് അറിയണം. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കാനുള്ള എനർജിനെയാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഇവിടെ 3D 1 ആണ്. 3Dയിൽ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്, ഫോറസ്റ്റിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സ്കാൻഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോവാന്ന് വിചാരിക്കുക.
വിചാരിച്ചോളൂ. അപ്പൊ എവിടുന്നായിരിക്കും ആദ്യം ഇലക്ട്രോൺസ് പോവാ? 3Dയിൽ നിന്നാണ് ഫോറസ്റ്റിൽ നിന്നാണ് പോവാ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പൊ അങ്ങനത്തെ കേസ് എടുക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫോറസ്റ്റിൽ നിന്നായിരിക്കും ഇലക്ട്രോൺസ് പോവാ, ആദ്യം പോകുന്നത് 3Dയിലുള്ള ഇലക്ട്രോൺസ് അല്ല പോവാ. ബിക്കോസ് 3Dന്റെ ബൈൻഡിങ് എനർജി കൂടുതലാണ്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺസിന് വിട്ടു കൊടുക്കാനും ഭയങ്കര എനർജി എന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വരും. അതിന് നല്ല എനർജി ഇടേണ്ടി വരും ഒരു ഇലക്ട്രോൺസിന് വിട്ടു കൊടുക്കുക. സ്കാൻഡിയത്തിന് ഭയങ്കരമായിട്ട് എനർജി വേണം ഒരു ഇലക്ട്രോൺസ് വിട്ടു കൊടുക്കണം. അപ്പൊ ഫോറസ്റ്റിൽ നിന്നായിരിക്കും അതെന്ത് ചെയ്യുക എളുപ്പത്തിൽ. കാരണം ഫോറസ്റ്റിന് എന്താണ് 3Dന്ന് വെച്ച് നോക്കുമ്പോൾ എനർജി എന്താണ്, നല്ല എനർജി വേണ്ട, ബൈൻഡിങ് എനർജി എന്താണ്, കുറവാണ്. ഫോറസ്റ്റിന് വെച്ച് നോക്കുമ്പോൾ 3Dക്ക് ബൈൻഡിങ് എനർജി കൂടുതലാണ്, ഫോറസ്റ്റിന് എന്താണ് ബൈൻഡിങ് എനർജി കുറവാണ്. അപ്പൊ ഇലക്ട്രോൺസ് ഏറ്റവും വിട്ടുകൊടുക്കുക എളുപ്പം എവിടുന്നായിരിക്കും, ഫോറസ്റ്റിൽ നിന്നായിരിക്കും 3Dനേക്കാളും. അപ്പൊ അതെന്ത് ചെയ്യും, എളുപ്പത്തിന് അതെന്ത് ചെയ്യും, ഫോറസ്റ്റിൽ നിന്നായിരിക്കും ഇലക്ട്രോൺസ് പോകുന്നത്. അപ്പൊ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ സ്കാൻഡിയം പ്ലസ് എസ് സി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്തു. അങ്ങനെയുള്ള കേസ് എടുക്കുമ്പോൾ എവിടുന്നായിരിക്കും ഇലക്ട്രോൺസ് പോകുന്നത്, ഫോറസ്റ്റിൽ നിന്നായിരിക്കും ഫോറസ് 1 3D 1 ആയിരിക്കും വരിക. ഇലക്ട്രോൺസ് എങ്ങനെ പോകൂല, ഫോറസ് 2 3D 0 എന്നുള്ള ഒരു കേസ് വരില്ല. കാരണം നമ്മൾ പറഞ്ഞു 3Dക്ക് ബൈൻഡിങ് എനർജി കൂടുതലാണ്. അപ്പൊ അതിന് ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ നല്ല എനർജി കൊടുക്കേണ്ടി വരും. അത്ര എനർജി കൊടുത്തിട്ട് എന്തായാലും ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കുന്ന ആവശ്യം സ്കാൻഡിയത്തിന് ഇല്ല. സ്കാൻഡിയത്തിന് അതിനൊരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, നേരെ ഫോറസ്റ്റ് നിന്ന് ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കും. പിന്നെ സിങ്കിന്റെ ശേഷം, സിങ്ക് വരെ എന്താണ്, സിങ്കിന്റെ അറ്റോമിക് നമ്പർ 30 ആണ്. അപ്പൊ സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആർഗൺ കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് 2 3D 10 എന്ന് പറഞ്ഞ്. അപ്പൊ 3Dക്ക് ശേഷം പി ബ്ലോക്ക് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് പിന്നീട് ഫോളോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പി ബ്ലോക്ക് ആയിട്ടുള്ള പിന്നീട് എങ്ങോട്ടാണ് ഇലക്ട്രോൺസ് വരുന്നത് എന്നുള്ളതാണ് സിങ്കിന് ശേഷമുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പൊ നോർമലി പിന്നീട് സിങ്കിന് ശേഷം വരുന്ന ആറ്റംസിലൊക്കെ പിന്നീട് 4Pയിലായിരിക്കും ഇലക്ട്രോൺസ് വരിക. 4Pയിൽ എന്ത് ചെയ്യും, നോർമലി ഉള്ള 6 ഇലക്ട്രോൺസ് വരും. ക്രിപ്റ്റോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ക്രിപ്റ്റോണിന്റെ എന്ന് പറഞ്ഞാൽ ആർഗൺ 3D 10 ഫോറസ്റ്റ് 4P6 ആയിരിക്കും. പിന്നെ നോർമലി 4Pയിലോട്ടായിരിക്കും വരിക. അവിടെ ഒരു എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തല്ലൊന്നും നടക്കുന്നില്ല. ആർക്ക് എവിടെയാണ് ആദ്യം ഇലക്ട്രോൺസ് ആഡ് ചെയ്യേണ്ടത്, പിന്നീട് എവിടുന്നാണ് ഇലക്ട്രോൺസ് പോകേണ്ടത്, അവിടെ പിന്നെ ഒരു കച്ചറ ഒന്നും ഉണ്ടാവുന്നില്ല. നോർമലി എന്താണ് 4Pയിലായിരിക്കും ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്ന. 6 ഇലക്ട്രോൺസ് 4Pയിൽ ആഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ 5s-ലാണോ 5Pയിലാണോ 4Dയിലാണോ ഇലക്ട്രോൺസ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4Dക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി കൂടുതലാണ് 5s-നേക്കാൾ 5Pനേക്കാളും. അപ്പൊ 5s-ലും 5P ആയിരിക്കും ആദ്യം എന്ത് ചെയ്യുക, ഇലക്ട്രോൺസ് വരിക. അത് കഴിഞ്ഞിട്ടാണ് എവിടെ വരുന്നത്, 4Pയിൽ വരുന്നത്. അതിന് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇട്ടീറിയം, വൈൻ്റെ കേസൊക്കെ, ഇട്ടീറിയത്തിന്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അറിയാം ആദ്യം എങ്ങനെ 5s2-ലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 4Dയിലോട്ട് ഇലക്ട്രോൺസ് വരുന്നത്. പിന്നെ സിൽവറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 4D10 5s1 4D10 എന്തുകൊണ്ടാണ് 5s1 4D10 എന്ന് വരാനുള്ള കാരണം, 4D9 5s2 എന്നല്ല ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു ക്ലാഷ് പറഞ്ഞു. 5sൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ട് എങ്ങോട്ട് പോകുള്ളൂ, 4Dയിലോട്ട് ഇലക്ട്രോൺസ് വരുന്നുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ 5s1 4D10 എന്ന് വന്നത്, ഈ ഒരു ഭാഗത്ത് 5s1 4D10 എന്ന് വരാനുള്ള റീസൺ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡി ബ്ലോക്ക് എപ്പോഴും ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ ഫുൾ ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആവാനാണ് ശ്രമിക്കുക. 4D9ന്റെ കേസോ 4D4 ആയിട്ട് വരികയാണ് ചെയ്യുന്നത്, അതെന്തായിട്ട് ശ്രമിക്കുക, ഫുൾ ഫിൽ ആവാനോ അല്ലെങ്കിൽ ഹാഫ് ആയിട്ടുള്ള ഫിൽ ആവാനാണ് ഡി ബ്ലോക്ക് ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായാലും 4D10 ആയിട്ട് മാറും, ഇവിടെ 4D5 ആയിട്ട് മാറും. ആ എസ് ഓർബിറ്റൽസ് അത് കൂടുതൽ ഡി ബ്ലോക്ക് എപ്പോഴും കൂടുതൽ സ്റ്റേബിൾ ആവാനും ശ്രമിക്കുക. അതിനെപ്പോഴും സ്റ്റെബിലിറ്റി ആണ് ആവശ്യം, അതിനെപ്പോഴും സ്റ്റേബിൾ ആവാനും ശ്രമിക്കുക. 5sന് എസ് ഓർബിറ്റലിന് അത്ര സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, അതിന് എപ്പോഴും ഇലക്ട്രോൺസ് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ എന്തായിരിക്കും, അത് ഡി ബ്ലോക്കിലോട്ടായിരിക്കും ഇലക്ട്രോൺസ് വരുന്നത്, പിന്നീടാണ് 5sലോട്ട് വരുന്നത്. കാരണം എപ്പോഴും ഡീന്റെ കേസ് എന്ന് പറയണമെങ്കിൽ ഡീൻ എപ്പോഴും ഫുള്ള അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആവാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 5s1 4D10 എന്നുള്ള ഒരു കേസ് വന്നത്. നമ്മൾ കാഡ്മിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, കാഡ്മിയത്തിന്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 4D10 5s2 ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ് നോർമലി ഉള്ള പോലെ തന്നെ നമ്മൾ പി ബ്ലോക്കിലോട്ട് 5P6-ലോട്ട് ഇലക്ട്രോൺസ് ആഡ് ചെയ്യും. നോർമലി അവിടെ പിന്നീട് ഒരു എനർജി ഡിഫറൻസ് വരുന്നില്ല. ഈ ഡി ഓർബിറ്റിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്.
പി ഓർബിറ്റൽ എസ് ഓർബിറ്റലും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഡി ഓർബിറ്റൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലുള്ള ആർക്കാണ് ആദ്യം വരേണ്ടത്, പിന്നീട് ആർക്കാണ് വരേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരികയാണ് ചെയ്യുന്നത്. പിന്നെ സീനോണിന് ശേഷം 4f 5d 6s ആയിട്ടുള്ള ഓർബിറ്റൽസ് ബിക്കം അവൈലബിൾ. നോർമലി ഉള്ള 4f 5d 6s ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ട്. അറ്റോമിക് നമ്പർ ആയിട്ടുള്ള 50 വരുമ്പോൾ എനർജി ലെവൽസ് ഓഫ് ദി ആറ്റോമിക് ഓർബിറ്റൽസ് ചേഞ്ച് ഇൻ ദ കോംപ്ലക്സ് വേസ്. അതായത് 50ക്ക് ശേഷം 50ന്റെ അടുത്ത് വരുമ്പോൾ ഈ ആറ്റോമിക് ഓർബിറ്റൽസിന്റെ എനർജി ലെവൽസിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാല് 4f ഓർബിറ്റല് ആദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഡസൻ പെനിട്രേറ്റ് മച്ച് ഇൻ ടു ദ എക്സീനോൺ കോർ. അതായത് എക്സീനോണിന്റെ അടുത്തോട്ട് അതിനെ ഭയങ്കരമായിട്ട് പെനിട്രേറ്റ് ചെയ്യാനൊന്നും അത് പോകുന്നില്ല. കാരണം 4f ഓർബിറ്റൽ ആദ്യം ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. ആദ്യം ഇനീഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. കാരണം അത് സീനോണിന്റെ അടുത്തോട്ട് അല്ലെങ്കിൽ അതിനെ ഭയങ്കര പെനിട്രേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അത് ആദ്യം കാണിക്കുന്നില്ല. പക്ഷെ 6s ഓർബിറ്റൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്ത് 2 ഇലക്ട്രോൺസ് ആയിട്ട് 6s ഓർബിറ്റൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 4f ആയിട്ടുള്ള ഓർബിറ്റൽ ആയിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നത്. കാരണം ഇലക്ട്രോൺസിന്റെ 4f ഓർബിറ്റൽ പെനിട്രേറ്റ്സ് മോർ. എപ്പോഴാണോ 6s ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് വന്ന് തുടങ്ങിയത് അപ്പം മുതൽ എന്തായിരിക്കും 4f ഓർബിറ്റലിലായിരിക്കും പിന്നീട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, പെനിട്രേറ്റ് ചെയ്യാനുള്ളത്. കാരണം അവിടെ ന്യൂക്ലിയർ ചാർജ് കൂടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ഇൻക്രീസ് ചെയ്യുന്ന പെനിട്രേഷൻ ഷാർപ്ലി ലോവേഴ്സ് ദ എനർജി ഓഫ് ദി 4f ഓർബിറ്റൽ. അതായത് നമ്മൾ ആദ്യം ശരിക്കും പറയണമെങ്കിൽ ഇനീഷ്യലി നമ്മൾ ഒരു ഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ഒരു ക്ലാഷ് ആണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് വരുമ്പോൾ ഫസ്റ്റത്തെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ 4f ഓർബിറ്റലിനായിരിക്കും നല്ല സ്റ്റേബിൾ ആയിട്ട് ഉണ്ടായിരിക്കുക. ആദ്യം സ്റ്റെബിലിറ്റി കൂടുതൽ 4fനായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ 4f അവിടെ ഒരു 6sന്റെയും 4fന്റെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ 6sൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്തു, 2 ഇലക്ട്രോൺസ് വന്ന് തുടങ്ങുമ്പോൾ ഈ 4f ഓർബിറ്റലിലോട്ട് ഇലക്ട്രോൺസ് പിന്നീട് പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. പെനിട്രേറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസിന്റെ അതായത് ന്യൂക്ലിയസിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യും. ഈ 4fൽ എപ്പോഴാണോ ഇലക്ട്രോൺസ് വരുന്നത്, ഈ 4fൽ ഇലക്ട്രോൺസ് വന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4f അവിടെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. കാരണം ആദ്യം 4fന് സ്റ്റെബിലിറ്റി കുറവാണ്, അവിടെ കുറവാണ്. അപ്പൊ 6sനായിരിക്കും കൂടുതലായിട്ടുള്ള സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവുക. പക്ഷെ എപ്പോഴാണോ 4fൽ ഇലക്ട്രോൺസ് വന്ന് തുടങ്ങിയത് അപ്പം മുതൽ അവിടെ ന്യൂക്ലിയർ ചാർജ് കൂടി കഴിഞ്ഞു. ആ ന്യൂക്ലിയർ ചാർജ് കൂടിയത് മൂലം അവിടെ എന്തുണ്ടായി, അവിടെ 4f കുറച്ചും കൂടി സ്റ്റെബിലിറ്റി ആയിട്ട് മാറി. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു പ്രശ്നം പറ്റി. അതായത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി 4fന് സ്റ്റെബിലിറ്റി കുറവാണ്. ഈ സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ അവിടെ 6sനായിരിക്കും അവിടെ ഇലക്ട്രോൺസ് 6sനായിരിക്കും അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്. അപ്പോ പിന്നീട് 6s കഴിഞ്ഞിട്ട് എന്താണ്, 6sൽ 2 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് 4fലാവില്ല ഇലക്ട്രോൺസ് വരുന്നത്. ഈ 4fൽ ഇലക്ട്രോൺസ് വന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് 4f അവിടെ സ്റ്റെബിലിറ്റി കൂടി. 4fന്റെ സ്റ്റെബിലിറ്റി ആദ്യം എന്താണ്, കുറവാണ്. പക്ഷെ 4fൽ എപ്പോഴാണ് ഇലക്ട്രോൺസ് വന്നത് അപ്പം മുതൽ 4f ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് മാറി. അവിടെ ന്യൂക്ലിയർ ചാർജ് 4fന് കൂടി. അപ്പൊ എന്ത് ചെയ്തു മാറിയും, അപ്പൊ 4f കുറച്ചും കൂടി അതിന്റെ എനർജി എന്ത് ചെയ്യും, കുറയും. അതിന്റെ എനർജി കുറയും, അതിന് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൂടുക. അതുവരെ 6sനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഭാഗമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ലന്താനം തൊട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ വേർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡ് ദ 5d ഓർബിറ്റൽ. ലന്താനത്തിന്റെ അവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ അവിടെ 5d ഓർബിറ്റലിലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺസ് വരുന്നത്. എലമെന്റ്സ് വന്ന ലന്താനം ടു ലുട്ടീനിയം ആർ കോൾഡ് ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സ് എന്താന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ലന്താനം തൊട്ട് ലുട്ടീനിയം വരെയുള്ളതാണ് ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ട്രാൻസിസ്റ്റർ സീരീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വനേഡിയത്തിന്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗണ് 3d3 4s2 ആയിരിക്കും. ക്രോമിയത്തിന്റെ കേസാണ് 3d4 4s2. ബട്ട് ആക്ച്വൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 3d5 4s1 ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. 3d ഓർബിറ്റലിന്റെ പ്രത്യേകത എന്താ, ഡി എപ്പോഴും ഹാഫ് ഫീൽഡോ ഫുൾ ഫീൽഡോ ആവാൻ ശ്രമിക്കും. കാരണം അതിന്റെ ഒരു ഇപ്പൊ 3d4 3d9 വരികയാണെങ്കിൽ അത് 3d5 3d10 ആവാൻ ശ്രമിക്കും. ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 24 ആണ്. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ ക്രോമിയത്തിന്റെ കേസ് എന്താണ്, അവിടെ ആർഗൺ കഴിഞ്ഞിട്ട് 3d4 4s2 ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അക്കോർഡിംഗ് ടു നമ്മൾ എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഡി ബ്ലോക്ക് എപ്പോഴും എന്തായിരിക്കും, ഹാഫ് ഫീൽഡോ അല്ലെങ്കിൽ ഫുൾ ഫീൽഡോ ആവാൻ ശ്രമിക്കും. അത് അതിന്റെ ഒരു പ്രത്യേകത അതാണ്. അത് എപ്പോഴും ഹാഫ് ഫീൽഡോ അല്ലെങ്കിൽ ഫുൾ ഫീൽഡോ ആവാൻ ശ്രമിക്കും. ഇവിടെ 3d4 ആണ്, അത് 5 ആവാനാണ് എപ്പോഴും ശ്രമിക്കുക. അത് ഹാഫ് ഫീൽഡ് 3d
5 ആവാനായിരിക്കും ശ്രമിക്കുക. അത് ഹാഫ് ഫീൽഡ് ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് സ്റ്റേബിൾ ആയിരിക്കും. ഡി ബ്ലോക്കിന്റെ പ്രത്യേകത അത് എപ്പോഴും സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എന്താണ് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അത് അതിന് വേണ്ടത് സ്റ്റെബിലിറ്റിയാണ്. അത് ഹാഫ് ഫീൽഡിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഹാഫ് ഫീൽഡ് ആവാനും ശ്രമിക്കുക. ഫുൾ ഫീൽഡിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫുൾ ഫീൽഡ് ആവാനും ശ്രമിക്കുക. ഇവിടെ ഇവിടെ എന്താണ് 3D4 വന്നു. അപ്പൊ 4 എന്ന ഒരു ഇലക്ട്രോൺ കൂടി കിട്ടി കഴിഞ്ഞാൽ അത് എന്തായാലും ഹാഫ് ഫീൽഡ് ആയി. അപ്പൊ അതിന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യും, നേരെ 3D5 4s1 ആയിട്ട് മാറും. അവിടെ എസ്ത്തെ ഒരു ഇലക്ട്രോൺസ് നേരെ പോയി എന്ത് ചെയ്യും, 3Dയിലോട്ടാണ് വരുന്നത്. അവിടെ അങ്ങനത്തെ കേസിലൊക്കെ അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പൊ കോപ്പറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിക്കലിലോട്ട് വരികയാണെങ്കിൽ നിക്കൽ എന്താണ്, നിക്കൽ നോർമലി 3D8 4s2 ആണ്. അവിടെ 2 ഇലക്ട്രോൺ വേണം ഫുൾഫിൽഡ് ആവാൻ. അതിന്റെ അത് ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ കേസുകളിലൊന്നും അത് 3D എന്ത് ചെയ്യില്ല, ഫുൾ ആവാനൊന്നും ശ്രമിക്കൂല. പക്ഷെ അത് 3D9 വന്നു. അപ്പൊ കോപ്പറിന്റെ കേസ് നോക്കൂ, 3D9 4s2 ആണ്. അപ്പൊ 3D9 വന്നു, ഒരു ഇലക്ട്രോണും കൂടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ എന്തായി, അയാൾക്ക് ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് മാറി. അയാൾ ഭയങ്കര പവറായി, അയാൾക്ക് നല്ല സ്റ്റെബിലിറ്റി കൂട്ടും. ആ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ ഫോറസ്റ്റത്തെ ഒരു ഇലക്ട്രോൺ നേരെ പോയിട്ട് എന്ത് ചെയ്യും, 3Dയിലോട്ട് വരികയാണ്. 3D10 4s1 ആയിട്ട് ശ്രമിക്കും. സ്റ്റെബിലിറ്റി ഓഫ് ദി ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ദീസ് കോൺഫിഗറേഷൻ ആർ ദ മോർ സ്റ്റേബിൾ ഡ്യൂ ടു ദ ഹൈ എക്സ്ചേഞ്ച് എനർജി കമ്പയർഡ് ടു ദ അതർ കോൺഫിഗറേഷൻ. അതായത് ഡി ബ്ലോക്കിനെ സംബന്ധിച്ച് അത് എപ്പോഴും ഹാഫോ അല്ലെങ്കിൽ ഫുള്ളോ ആവാൻ ശ്രമിക്കും. കാരണം ഹാഫ് ഫിൽഡോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റിൽ വരുമ്പോഴാണ് അത് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വരുന്നത്. അത് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വരാന്നാൽ 3D8 എന്ന് വരുമ്പോൾ അത് ട്രെൻഡിലോട്ട് ആവാൻ ശ്രമിക്കുള്ളൂ. 3D3 വരുമ്പോഴൊന്നും അത് 3D5 ആവാൻ ശ്രമിക്കൂല. വെനേഡിയത്തിന്റെ കേസ് ഒക്കെ 3D3 4s2 ആണ്. അപ്പൊ 3D5 4s0 ആവാനൊന്നും ശ്രമിക്കൂല. പക്ഷെ 3D4 ഇങ്ങനെ ഒരു ഇലക്ട്രോണിന്റെ ഡിഫറൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും എന്താവാനാ ശ്രമിക്കുക, അത് ആ ഒരു ഫുൾഫിൽ ആവാനും അല്ലെങ്കിൽ ഹാഫ് ഫിൽ ആവാനും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത്. ഇലക്ട്രോൺസ് ഇൻ ദ ഫോറസ് ഓർബിറ്റൽ ഡസിൻ കോൺട്രിബ്യൂട്ട് എക്സ്ചേഞ്ച് എനർജി ബിക്കോസ് ദേ ഡോണ്ട് ഫോം പെയർ വിത്ത് ദ പാരലൽ സ്പിൻ. അതായത് ഇവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഫോറസ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് ഒരിക്കലും എക്സ്ചേഞ്ച് എനർജിക്ക് ഒന്നും നിൽക്കില്ല. കാരണം അവരൊരിക്കലും എന്താണ് പാരലൽ സ്പിന്ന് ഫോം ചെയ്യില്ല. അതായത് ഫോറസ് ഓർബിറ്റല് ഇവിടത്തെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കണ്ടാൽ മനസ്സിലാവും. ഫോറസ് ഓർബിറ്റലിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്ക്, 3D4 4s2 3D4 4s2 ആണ് വരുന്നത്. ഒരിക്കലും ഇലക്ട്രോൺസ് 4s2ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 4s2ല് കേസ് എടുത്തു, 4sൽ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഇവര് തമ്മിൽ ഒരു എക്സ്ചേഞ്ചിങ് എനർജിക്ക് ഒന്നും നിൽക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഇലക്ട്രോൺസ് എക്സ്ചേഞ്ച് എനർജിക്ക് ഒന്നും നിൽക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പാരലൽ സ്പിന് ഫോം ചെയ്യാൻ ഫോറസ് ഓർബിറ്റലിന് കഴിയില്ല. പാരലൽ സ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ 3Dക്ക് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇങ്ങനെ പാരലലി ഇങ്ങനെ ഒരു സ്പിന്നായിട്ട് നിൽക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്, 3Dക്ക് ഉണ്ട്. സോറി, പക്ഷെ ഫോറസിന്റെ കേസിൽ അത് ഇങ്ങനെ നിൽക്കാനുള്ള കഴിവ് ആർക്കില്ല, ഫോറസ്റ്റിനല്ല. കാരണം എന്താണ്, ഫോറസ്റ്റിൽ ആകെ 2 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. അതിന് അവിടെ വേറെ സബ്ഷെല് വരുന്നുണ്ടോ, അഞ്ച് കോളങ്ങൾ വരുന്നുണ്ടോ? ആർക്കാ വരുന്നത്, 3Dയിലാണ് ഇങ്ങനെ വരുന്നത്. 3Dയിലാണ് ഇങ്ങനെ ഒരു സബ്ഷെൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ഫോറസ്റ്റിൽ അങ്ങനെ വരുന്നുണ്ടോ? ഫോറസ്റ്റിൽ ആകെ ഒരു കോളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ആകെ ഈ ഒരു ഓർബിറ്റലല്ലേ ഫോറസ് ഇതാക്കുന്നത്. അപ്പൊ ഫോറസ് ഒരിക്കലും പിന്നെ ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കില്ല. അപ്പൊ ഫോറസ് എപ്പോഴും ഇങ്ങനെ ശ്രമിക്കുള്ളൂ, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്പിൻ ആവാനേ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ 4 അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഡി ബ്ലോക്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആറാമത്തെ ഒരു പെയേഴ്സ് വിത്ത് പാരലൽ സ്പിൻ എന്ത് ചെയ്യും, ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യും, ഒരു എക്സ്ചേഞ്ചിങ് എനർജി വഴി. അതായത് എനർജിയുടെ ഒരു എക്സ്ചേഞ്ച് വഴി എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പാരലൽ ആയിട്ടുള്ള സ്പിന്ന് ഫോം ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്, 3Dക്ക് കഴിവുണ്ട്. പക്ഷെ ഫോറസിന് ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള സ്പിന്ന് ഫോം ചെയ്യാൻ ആർക്ക് കഴിവില്ല, ഫോറസിന് കഴിവില്ല. ഫോറസിന് ഒരിക്കലും അങ്ങനെ ഒരു പാരലൽ സ്പിന്നിന് അങ്ങനെ ഒരു കഴിവ് ആർക്കില്ല, ഫോറസിനില്ല. പക്ഷെ 3Dക്ക് അങ്ങനെ ഉണ്ട്. കാരണം 3D4 4s2ന്റെ കേസ് വരുമ്പോൾ എന്തായിട്ട് മാറും, ഈ ഫോറസിലുള്ള ഒരു ഇലക്ട്രോൺസിനെ എടുത്തിട്ട് അതെന്തായിട്ട് മാറും, പാരലലി ഇങ്ങനെ നിൽക്കും, പാരലലി സ്പിന്നായിട്ട് ഫോം ചെയ്യും. ഇങ്ങനെയുള്ള ആളാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഈ സ്പിൻ ഇങ്ങനെ നിൽക്കുന്ന ആളാണ് പിന്നീട് ഇങ്ങനെ വന്നത്. അതിന്റെ സ്പിന്നിൽ ഒരു ചേഞ്ച് വരുത്താൻ ആർക്ക് കഴിവുണ്ട്, നമ്മളെ 3Dക്ക് കഴിവുണ്ട്. The configuration with 5 unpaired electrons create 10 pairs. 10 pairs ആയിട്ട് unpaired ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്തായിട്ട് മാറും, 10 pairs ആയിട്ട് create more the exchange energy. The gain in the exchange energy from the 10 pairs in the 3D5 4s1 outweigh the energy loss from promoting electrons from the 4s to 3D
അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. 3d5 4s1ന്റെ കേസ് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ് 5 അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ല. 5 അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ല ഇവിടെ ഉള്ളത്. ഇവിടെ പെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവരെന്തായി മാറും? 10 പെയർ ആകാന് ക്രിയേറ്റ് ചെയ്യാൻ അതിന് കഴിയും. അതായത് കൂടുതലായിട്ടുള്ള എനർജി കോൺട്രിബ്യൂട്ട് ചെയ്താണ്ട് എന്ത് ചെയ്യും? കോൺട്രിബ്യൂട്ട് മോർ ടു എക്സ്ചേഞ്ച് എനർജി. കുറച്ചും കൂടി എക്സ്ചേഞ്ച് എനർജി അവരെന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺസിന് എന്തായിട്ട് മാറാൻ പറ്റും? ക്രിയേറ്റ് ദ 10 പെയർസ്. 10 പെയർ അവരെന്താണ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ 5 അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന് പിന്നെ 10 പെയർ ക്രിയേറ്റ് ചെയ്തൂടെ? കാരണം എന്താണ് ഓരോ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഓരോ ഇലക്ട്രോൺസ് വരാനുള്ളൊരു വന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? പെയർ കൂട്ടാൻ കഴിയും. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് എനർജി ഗെയിൻ ചെയ്തതിന് ഫ്രം ദ 10 പെയർ ഇൻ ദ 3d5 4s1. ഈ 3d5 4s1 നിന്ന് ഈ ഒരു 10 പെയറിൽ നിന്ന് അവർ എനർജി ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനർജി ലോസ് എന്ത് ചെയ്യും? അതിന്റെ എനർജി ലോസിനെ അവർ മറികടന്നിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് 4s1 നിന്ന് 3d10 എന്താണ് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. 3D പ്രൊമോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ 3d5 4s1 ആയിരിക്കും ഫേവേർഡ് കോൺഫിഗറേഷൻ ഫോർ ദ ക്രോമിയത്തിന്റെ കേസൊക്കെ 3d5 4s1 ആയിരിക്കും കുറച്ചുകൂടി ഫേവർ ചെയ്യുന്നത്. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞെന്ന് പറഞ്ഞാല് നമ്മളൊരു 5 ആയിട്ടുള്ള അൺപെയർഡ് ഡി ഓർബിറ്റൽസിന്റെ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ 10 പെയറാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 10 പെയർ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് കുറച്ചും കൂടി എക്സ്ചേഞ്ച് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ എക്സ്ചേഞ്ച് എനർജി നന്നായിട്ട് ഗെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇവിടെ 4s നിന്ന് 3d ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. അവിടെ എനർജി ലോസ് ആണ് നടക്കുന്നത്. അവിടെ എന്താണ് ഓവറേറ്റ് എനർജി ലോസ്. അവിടെ ഒരു എക്സ്ചേഞ്ച് എനർജി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അവിടെ എക്സ്ചേഞ്ച് എനർജി നന്നായിട്ട് ഉണ്ടാവും. ആ ഒരു എക്സ്ചേഞ്ച് എനർജി ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്യുമ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുന്നത്? ഇലക്ട്രോൺസ് 4s നിന്ന് 3d പോകാനുള്ള ഒരു പ്രൊമോഷൻ കിട്ടും. അങ്ങനെ 4s നിന്ന് 3d പ്രൊമോട്ട് ചെയ്തിട്ടാണ് 3d5 4s1 എന്നുള്ള ഒരു എന്താ പറയാ അവിടെ ഒരു ഫേവർ ആയിട്ടുള്ള കോൺഫിഗറേഷൻ വരുന്നത് 3d5 4s1 ആയിരിക്കും. 3d4 4s2 ആവില്ല. ആക്ച്വലി ഇവിടെ എന്താണ് ആർഗാണ് 3d4 4s2 ആണല്ലോ. ഇങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. ഈ 5 അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വരുമ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് എനർജി കൂടും. ആ എക്സ്ചേഞ്ച് എനർജി കുറച്ചുകൂടി എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ ഒരു എനർജി ഗെയിൻ ചെയ്ത കാരണം ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് 4s നിന്ന് 3d പ്രൊമോട്ട് ചെയ്യും. അത് കാരണം 3d5 4s1 ആയിരിക്കും കുറച്ചുകൂടി ഫേവർ ചെയ്യുന്നത് ക്രോമിയത്തിന്റെ കേസ്. ഇവിടെ അത്രയും മനസ്സിലാക്കാനുള്ളൂ. പാരലൽ ആയിട്ടുള്ള സ്പിൻ 4s ഓർബിറ്റൽ ഒരിക്കലും എക്സ്ചേഞ്ച് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവിടെ എനർജി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു എനർജി 4s ഓർബിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. കാരണം 4s ഓർബിറ്റലിന് പാരലൽ സ്പിൻ ആയിട്ടുള്ള ഫോം ചെയ്യാനുള്ള ഒരു കഴിവില്ല. അതുകൊണ്ട് തന്നെ 4 ആയിട്ടുള്ള അൺപെയർഡ് ഡി ഇലക്ട്രോൺസ് ആണ് കുറച്ചുകൂടി എക്സ്ചേഞ്ച് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ 4 അൺപെയർഡ് ആയിട്ടുള്ള ഡി ഇലക്ട്രോൺസിൽ നിന്ന് പിന്നെ 5 അൺപെയർഡ് ആയിട്ടുള്ള ഡി ഇലക്ട്രോൺസിലോട്ട് വരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം 3d5 4s1 ആണ്. ആദ്യം 4 ഉള്ള അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. ഇവർക്ക് എന്താ എക്സ്ചേഞ്ച് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. 4s ഒരിക്കലും എക്സ്ചേഞ്ച് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഴിവില്ല. കാരണം അവർ എന്ത് ചെയ്യുന്നില്ല? പാരലൽ സ്പിന്ന് ഫോം ചെയ്യുന്നില്ല. പാരലൽ സ്പിന്ന് ഫോം ചെയ്യുന്ന ആളാരാണ്? ഡി ഓർബിറ്റൽസിന് പാരലൽ സ്പിന്ന് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഈ 4s നിന്ന് ഒരു ഇലക്ട്രോൺസ് വന്ന് എന്തായിട്ട് മാറി? 5 ഡി ഓർബിറ്റൽ വന്നു. അൺപെയർഡ് ആയിട്ടുള്ള പെയർ അല്ലാത്ത ഡി ഓർബിറ്റൽ വന്നു. ഈ 5 അൺപെയർഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? 10 പെയർ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അതിന് പിന്നീട് എന്താണ് ഒരു ഇലക്ട്രോൺസ് കൂടി വരാനുള്ള ഒരു എന്താ പറയാ അവിടെ ഒരു പെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു പെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? ഡി ഓർബിറ്റലിനുണ്ട്. അവരെന്താണ് കുറച്ചും കൂടി എക്സ്ചേഞ്ച് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നല്ല എക്സ്ചേഞ്ച് എനർജി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എക്സ്ചേഞ്ച് എനർജി ഇങ്ങനെ ഈ 10 പെയറിൽ നിന്ന് ഗെയിൻ ചെയ്യുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? ഇലക്ട്രോൺ എന്ത് ചെയ്യും? 4s നിന്ന് 3d പ്രൊമോട്ട് ചെയ്യും. ആ ഒരു പ്രൊമോഷൻ കാരണമാണ് അതുകൊണ്ടാണ് ക്രോമിയത്തിന്റെ കേസിൽ ഈ 3d5 4s1 എന്നുള്ള ഒരു കോൺഫിഗറേഷൻ വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കുറച്ചുകൂടി ഫേവർ ചെയ്യുന്നത്. അല്ലാണ്ട് 4s ഒരിക്കലും എക്സ്ചേഞ്ച് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. 3d ആണ് എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഇസ് ദർ എനി ഡൗട്ട് യു ക്യാൻ കമന്റ്. കൂടുതലായിട്ട് പറഞ്ഞുതരാം. ഓക്കെ.